ചർച്ചകൾക്കൊടുവിൽ 2 മന്ത്രിസ്ഥാനം എന്ന നിലപാടിൽ അയഞ്ഞിരിക്കുകയാണ് കേരള കോൺഗ്രസ്. ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും എന്ന കോൺഗ്രസ് നിർദ്ദേശം അംഗീകരിച്ചു. മോൻസ് ജോസഫ് മന്ത്രിയാകും. ചീഫ് വിപ്പ് സ്ഥാനം അബു ജോൺ ജോസഫിന് നൽകും. ജലസേചനം, രജിസ്ട്രേഷൻ വകുപ്പുകളായിരിക്കും കേരള കോൺഗ്രസിന് ലഭിക്കുക. സജോ ദേവസ്യയും ലെബി സജീന്ദ്രനുമാണ് ചേരുന്നത്. ലെബി, ഒടുവിൽ കോൺഗ്രസിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ കേരള കോൺഗ്രസ് നിർബന്ധിതമായിരിക്കുകയാണ്. ആവശ്യപ്പെടുമ്പോൾ തന്നെ അറിയാമായിരുന്നു, എങ്കിൽ പോലും ഒരു സമ്മർദ്ദം ചെലുത്തി നോക്കിയതാണെന്ന് വിലയിരുത്തേണ്ടി വരുമല്ലേ ലെബി? നിലപാട് കടുപ്പിച്ചു എങ്കിൽ പോലും കേരള കോൺഗ്രസിന് അറിയാമായിരുന്നു ഈ സാഹചര്യത്തിൽ ഒരു മന്ത്രിസ്ഥാനവും ഒരു ചീഫ് വിപ്പ് സ്ഥാനവും തന്നെയായിരിക്കും ലഭിക്കുക എന്ന്. എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം മത്സരിച്ച 8 സീറ്റുകളിൽ 7 വിജയിച്ച സ്ഥിതിക്ക് 2 സീറ്റിന് അർഹതയുണ്ട് എന്ന് കേരള കോൺഗ്രസ് കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്വാഭാവിക നീതി തങ്ങൾക്ക് ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമെല്ലാം ആ കടുംപിടുത്തം തുടർന്നതും ആ ചർച്ചയിൽ, ഉഭയകക്ഷി ചർച്ചയിൽ, ഇന്ന് നടന്ന ചർച്ചയിലും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം തന്നെ വേണം എന്നുള്ള നിലപാട് കടുപ്പിച്ചതും. ഏതായാലും നിലപാട് കടുപ്പിച്ചുവെങ്കിലും കോൺഗ്രസ് അയഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രിസ്ഥാനത്തിലേക്ക് ഇത് ചുരുങ്ങേണ്ടി വന്നു. മോൻസ് ജോസഫ് തന്നെ മന്ത്രിയാകും. ജലസേചനവും രജിസ്ട്രേഷനുമാണ് വകുപ്പുകൾ. നേരത്തെ 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അന്ന് 2 മന്ത്രിസ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അന്ന് കെ എം മാണി വഹിച്ച വകുപ്പുകളിൽ ഒന്നായിരുന്നു കെ എം മാണി വഹിച്ച വകുപ്പുകൾ അന്ന് ധനം, അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ള നിയമം ഒപ്പം ഉള്ള ഭവന നിർമ്മാണം, ഈ 3 വകുപ്പുകളായിരുന്നു. അതേസമയം അന്ന് പി ജെ ജോസഫ് വഹിച്ച വകുപ്പാണ് ജലസേചനം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ രജിസ്ട്രേഷൻ വകുപ്പ് കൂടി ലഭിച്ചിരിക്കുകയാണ്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ നിർദ്ദേശമൊക്കെ വെച്ചിരുന്നതിലും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതെങ്കിലും നൽകണം എന്നുള്ള ആവശ്യവുമെല്ലാം ചർച്ചയിൽ പറഞ്ഞിരുന്നു. എന്നാൽ അതും കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല. ഏതായാലും ഈ വകുപ്പുകൾ കൊണ്ട് ഇപ്പോൾ തൃപ്തിപ്പെടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഏതായാലും ജലസേചനം മോശം വകുപ്പൊന്നുമല്ല. ജലസേചനം നേരത്തെ പി ജെ ജോസഫ് സാർ വഹിച്ച വകുപ്പ് തന്നെയാണ്. അതുകൊണ്ട് ആ വകുപ്പ് കിട്ടിയിരിക്കുന്നു. മോൻസ് ജോസഫ് മന്ത്രിയാവും. ചീഫ് വിപ്പ് സ്ഥാനം അത് അബു ജോൺ ജോസഫ് തന്നെയാകും. നേരത്തെ ചെറിയ ആശയക്കുഴപ്പമൊക്കെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. കാരണം തോമസ് ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുട MLA പാർട്ടിയിൽ സീനിയറാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് പലതവണ നിയമസഭയിൽ എത്തിയ ആളാണ്. ചീഫ് വിപ്പാണ്. പാർട്ടിയിൽ ഡെപ്യൂട്ടി ചെയർമാനാണ്. ആ കാര്യമൊക്കെ പറഞ്ഞ് ക്ലെയിം ചെയ്തിരുന്നു. എന്നാൽ പാർട്ടിയിൽ ഈ പറയുന്നത് പോലെ പാർട്ടി ചെയർമാനായാലും മോൻസ് ജോസഫ് ആയാലും അവരുടെയൊക്കെ പിന്തുണ അബു ജോൺ ജോസഫിലേക്ക് തന്നെ വന്നു. അങ്ങനെ പാർട്ടിയുടെ സംസ്ഥാന കോർഡിനേറ്ററായ അബു ജോൺ ജോസഫ് സജോ കൂടി ചേരുന്നുണ്ട്. സജോ, എങ്ങനെയാണ് അനുനയിപ്പിച്ചത് ജോസഫ് പക്ഷത്തെ? അബു തന്നെ ചീഫ് വിപ്പാകുമെന്ന് ഉറപ്പാവുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ തോമസ് ഉണ്ണിയാടൻ രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് മന്ത്രിസ്ഥാനം വേണം തനിക്ക് എന്നത്. അദ്ദേഹത്തെയും എങ്ങനെയാണ് അനുനയിപ്പിക്കാൻ പോകുന്നത്? വിനീത, തോമസ് ഉണ്ണിയാടനെ ഇതുവരെയും അനുനയിപ്പിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ജോസഫ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പി ജെ ജോസഫിന്റെ മകൻ കൂടിയായ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് ചീഫ് വിപ്പാകും. അതായത് മന്ത്രിസ്ഥാനത്തിന് പുറമെ ഒരു ക്യാബിനറ്റ് പദവിയാണ് ജോസഫ് ഗ്രൂപ്പിന് ലഭിക്കുന്നത്. അവർ 2 മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദം ഏറ്റവും ഒടുവിലും, അതായത് ഈ ചർച്ച പൂർത്തീകരിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ പോലും വീണ്ടും ആവർത്തിച്ച് ഈ സമ്മർദ്ദം മുന്നോട്ട് വച്ചിരുന്നു. പക്ഷെ അത് അപ്രായോഗികമാകുന്നു എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം അറിയിക്കുകയായിരുന്നു. അതിനാലാണ് അവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഇറിഗേഷനും അതോടൊപ്പം രജിസ്ട്രേഷനും കൂടി ചേർത്തൊരു പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന നിലയ്ക്ക് ആ വകുപ്പുകൾ നൽകിയത്. 2ാമത്തെ പദവി, അതായത് പക്ഷേ ഇതിലൊരു പ്രശ്നമുള്ളത്, പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ മോൻസ് ജോസഫാണ്. അദ്ദേഹം മന്ത്രിയാകും. ഡെപ്യൂട്ടി ലീഡറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് തോമസ് ഉണ്ണിയാടനെയാണ്. ഈ ക്ലെയിമും മുൻപ് ഇതേ ചുമതല വഹിച്ചിരുന്ന ആളും നേരത്തെ നിയമസഭയിലെ അംഗമായിരുന്നു. പാർട്ടിയിലെ സീനിയോറിറ്റി എന്നിവ തുടങ്ങി ഈ നിയമസഭയിലെ അംഗങ്ങളെ എടുത്ത്, അതായത് 8-ൽ 7 ജയിച്ചു. അതിൽ ഈ 7 അംഗങ്ങളെയും എടുത്താൽ ഏറ്റവും സീനിയോറിറ്റി ഉള്ളത് തനിക്കാണ്, മോൻസ് കഴിഞ്ഞാൽ എന്ന കാര്യം ഉൾപ്പെടെ തോമസ് ഉണ്ണിയാടൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അബുവിലേക്ക് എത്തുന്നു. ആ തീരുമാനത്തിലേക്ക് പോകുന്നത് പാർട്ടിയിലെ ആഭ്യന്തര സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചാണ്. അതായത് മോൻസിന്റെ താല്പര്യവും അബു തന്നെ വരട്ടെ എന്നതാണ്. പി ജെ ജോസഫിന്റെ പിന്തുണ കൂടി അബുവിലേക്ക് എത്തുന്നു എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അബു തന്നെ ഈ ക്യാബിനറ്റ് റാങ്കിലേക്ക് എത്തുമെന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. ശരി, തീർച്ചയായും കേരള കോൺഗ്രസിന് ജലസേചന വകുപ്പ് നൽകുന്നുണ്ട്. ഒപ്പം രജിസ്ട്രേഷൻ വകുപ്പും ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഒപ്പം ചീഫ് വിപ്പ് പദവി കൂടി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കിട്ടുമ്പോൾ അബു ജോൺ ജോസഫിനാണ് കിട്ടുന്നത് ചീഫ് വിപ്പ് പദവി എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തോമസ് ഉണ്ണിയാടനെ എങ്ങനെ അനുനയിപ്പിക്കുമെന്നാണ് സജോ ദേവസ്യയും ലെബി സജീന്ദ്രനും വിശദാംശങ്ങൾ നൽകുന്നു. ഇപ്പോൾ നിർണായകമായ കൂടിക്കാഴ്ചകൾ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഘടകകക്ഷികളെ അനുനയിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒപ്പം മാണി സി കാപ്പൻ ഇരുവരും ഈ പറഞ്ഞതുപോലെ ടേം വ്യവസ്ഥയ്ക്ക് തയ്യാറല്ല. മാരത്തൺ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെയെങ്കിൽ ആരെ അനുനയിപ്പിക്കുമെന്നതാണ്. മാണി സി കാപ്പന് ഇപ്പോൾ മനോജ് സി കാപ്പനും അനൂപ് ജേക്കബും കണ്ടോൺമെന്റ് ഹൗസിൽ എത്തിയിരിക്കുന്നു എന്നുള്ള നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സുനിഷ യുലു അവിടെ നിന്ന് ചേരും വിശദാംശങ്ങളുമായി. വി ഡി സതീശൻ ഇരുവരുമായി ചർച്ച നടത്തുകയാണ്.
5 വർഷവും മന്ത്രിയാകണം എന്ന അനൂപ് ജേക്കബിന്റെ ആവശ്യം അംഗീകരിക്കുന്നു എന്നുള്ള സൂചനകൾ വരുന്നു. അങ്ങനെയെങ്കിൽ മാണി സി കാപ്പന് ഏതെങ്കിലും ക്യാബിനറ്റ് പദവി നൽകിയേക്കുമെന്നാണ് അറിയുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ നൽകും എന്നുകൂടി അറിയുന്നു അല്ലേ സുനിഷ? വിനിത, അങ്ങനെ ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ UDFന്റെ മന്ത്രിസഭാ രൂപീകരണ ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ടേം വ്യവസ്ഥ അത് വേണ്ട എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് അനൂപ് ജേക്കബും ഒപ്പം തന്നെ മാണി സി കാപ്പനും അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെ നിലവിൽ ഇവരെ രണ്ടുപേരെയും ഇരുത്തിക്കൊണ്ട് തന്നെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. നേരത്തെ ലഭിക്കുന്ന വിവരം വെച്ച് അനൂപ് ജേക്കബ് 5 വർഷം തന്നെ മന്ത്രിയായി ഭരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ള വിവരം നേരത്തെ ലഭിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ മാണി സി കാപ്പന് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പദവി നൽകാമെന്നൊരു തീരുമാനത്തിലേക്കായിരുന്നു എത്തിയത്. അത്തരത്തിലൊരു സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ചർച്ചകൾ അതിന് മാണി സി കാപ്പൻ തയ്യാറല്ല എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും ഇവരെ ഇരുവരെയും ഇരുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. നേരത്തെ അനൂപ് ജേക്കബ് നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. VD സതീശൻ അനൂപ് ജേക്കബുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് മാണി സി കാപ്പനെ കൂടി ഈ കന്റോൺമെന്റ് ഹൗസിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രണ്ട് കൂട്ടരുമായും VD സതീശൻ ചർച്ച നടത്തുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ മാണി സി കാപ്പൻ പറഞ്ഞിരുന്നത് ടേം വ്യവസ്ഥയിൽ പോലും മന്ത്രിസ്ഥാനം വേണ്ട, അതായത് ടേം വ്യവസ്ഥയിൽ വേണ്ട എന്നുള്ളതായിരുന്നു. നേരത്തെ തന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയും അന്ന് പാലായിൽ നിന്ന് ഉറപ്പ് നൽകിയിരുന്നത് തിരിച്ചെത്തുമ്പോൾ അത് കൊടിവെച്ചൊരു കാറിൽ തിരിച്ചെത്തിക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ ആ വാക്ക് പോലും പാലിക്കാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം നേരത്തെ തന്നെ മാണി സി കാപ്പൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അടക്കം പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ടീം UDF എന്ന് പറയുമ്പോൾ തന്റെ വാക്കുകൂടി പാലിക്കേണ്ട എന്നൊരു ആവശ്യം പറയുന്നു. പക്ഷേ അനൂപ് ജേക്കബ് പറയുന്നത് ഇത്തരത്തിൽ ഒറ്റ MLA-മാർ മാത്രമുള്ള ഈ കക്ഷിയിൽ എന്തുകൊണ്ടാണ് ഈ CP ജോണിന് മാത്രം ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നത് എന്നൊരു ചോദ്യം അനൂപ് ജേക്കബ് ഉയർത്തി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും 5 വർഷത്തേക്ക് മന്ത്രിസ്ഥാനം എന്നുള്ളൊരു കാര്യം തന്നെയാണ് അനൂപ് ജേക്കബ് മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ അതിൽ സമ്മതിച്ചു എന്നുള്ള വിവരമാണ് ലഭിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമായിരിക്കുമോ മാണി സി കാപ്പന് കൊടുക്കുക എന്നൊരു ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അങ്ങനെയെങ്കിൽ അതിൽ തൃപ്തനായിരിക്കുമോ മാണി സി കാപ്പൻ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഏതായാലും ഇരുവരുമായും VD സതീശൻ ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. അതിനുശേഷം ഇരു കൂട്ടരും പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരിമോഹനിലേക്ക് കൂടി പോകാം. ഹരി, അതാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഫോർമുല. അനൂപ് ജേക്കബ് ഫുൾ ടൈം മന്ത്രിയാകട്ടെ. അനൂപ് ജേക്കബിന് നേരത്തെയും ഈ പറഞ്ഞതുപോലെ മന്ത്രിസ്ഥാനം ആ രീതിയിൽ നൽകിയിട്ടുള്ളതാണ്. മാണി സി കാപ്പന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാം എന്നുള്ളൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചു എന്നറിയുന്നു. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. സമ്മതിക്കുകയും ചെയ്യണം മാണി സി കാപ്പൻ. തീർച്ചയായിട്ടും മാണി സി കാപ്പൻ അതിന് സമ്മതിക്കണം. അതൊരു അനുനയ ശ്രമത്തിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അത്തരത്തിൽ ചർച്ച കന്റോൺമെന്റ് ഹൗസിൽ പുരോഗമിക്കുന്നത്. അതായത് രണ്ടുപേർക്കും ടേം 2.5 വർഷം വീതം വെപ്പ് മന്ത്രിസ്ഥാനം വീതം വെക്കും എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് അനൂപ് ജേക്കബ് കടുംപിടുത്തം പിടിച്ചതോടുകൂടിയാണ് ഫുൾ ടൈം എന്നുള്ള ഒരു വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനൂപിന് ടേം വ്യവസ്ഥ ഒഴിവാക്കി നൽകി 5 വർഷം, അതായത് ഫുൾ ടൈം മന്ത്രി എന്നുള്ള നിലയ്ക്ക് തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള തീരുമാനമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ മാണി സി കാപ്പനെ എന്ത് നൽകിയാണ് പകരം അനുനയിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ക്യാബിനറ്റ് പദവി ഏറ്റവും കുറഞ്ഞത് നൽകേണ്ടതുണ്ട്. അത് ഏത് പദവിയാണ്, ഏതിലാണ് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതും മാണി സി കാപ്പൻ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളതും കൂടി പ്രധാനപ്പെട്ടതാണ്. കാരണം ഉറപ്പ് പറഞ്ഞവർ ആ ഉറപ്പ് പാലിക്കണം എന്നുള്ളത് മാണി സി കാപ്പൻ തന്നെ നേരത്തെ പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. രൂക്ഷമായി തന്നെയുള്ള വിമർശനമായത് വെച്ചുകൊണ്ട് തന്നെ മാണി സി കാപ്പൻ പരസ്യ പ്രതികരണം നടത്തിയിരുന്നു ഇന്ന്. ഹരി, തീർച്ചയായിട്ടും ഇതാ അത്തരത്തിൽ പരസ്യ പ്രതികരണം, അത് ആ പ്രതികരണം എന്ന് പറയുന്നത് നമുക്ക് അറിയാം. മണ്ഡലത്തിൽ പ്രചാരണത്തിന് വന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന UDF ചെയർമാനായിരുന്ന പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഉറപ്പ് നൽകിയത് ഒരു മന്ത്രി ഉണ്ടാകും പാലായിക്ക് എന്നുള്ള കാര്യം. പക്ഷേ ആ മന്ത്രി 2ാം ടൈമിൽ 2.5 കൊല്ലമാകുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ 2.5 കൊല്ലം പോലും പറ്റില്ല എന്നുള്ള കാര്യമാണ് മാണി സി കാപ്പൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അതുപോലും ഇല്ല എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ 2.5 വർഷം ഇല്ലാതെ പകരം ഏത് ക്യാബിനറ്റ് പദവി കൊടുത്താലാണ് അദ്ദേഹം തൃപ്തിപ്പെടുക എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു.